എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് മത്തങ്ങ വെച്ചിട്ടൊരു നാടൻ രീതിയിലുള്ള ഒഴിച്ചുകറി തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതുള്ള അധികം ചേരുവകൾ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ വീട്ടിലെ എപ്പോഴുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ മത്തങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ ഒരു കഷ്ണം മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 700 ഗ്രാം മത്തങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കുരും അതുപോലെ അതായത് തൊലി ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗമൊക്കെ ഉണ്ടോ അതൊക്കെ നമുക്ക് മാറ്റിക്കളയാം കേട്ടോ. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം മത്തങ്ങ എന്ന് പറയുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. കാൽഷ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം ഒക്കെ റിച്ച് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് എന്താ പറയുക, നമ്മുടെ ഒരു ബ്ലഡ് പ്രഷറൊക്കെ ഉള്ളവർക്ക് അത് ലോവറാക്കാനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ കുട്ടികൾക്കും ഒക്കെ നല്ലത് തന്നെയാണ് കേട്ടോ ഈ മത്തങ്ങ എന്ന് പറഞ്ഞ സംഭവം. പല റെസിപ്പീസ് മത്തങ്ങയുടെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാടൻ മത്തങ്ങ എരിശ്ശേരി തൊട്ട് വേറെ പല ഈസി റെസിപ്പീസും ഒക്കെ ചെയ്തിട്ടുണ്ട് മത്തങ്ങയുടെ. അപ്പോൾ ഞാൻ തൊലി കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ചിലർ തൊലിയൊക്കെ ഉപയോഗിക്കാറുണ്ട് ഈ ടെമ്പിൾ സ്റ്റൈലിലുള്ള പല കറികളിലും ഒക്കെ. തൊലി അടക്കം ഒക്കെ ഇപ്പോൾ സാമ്പാറിലാണെങ്കിലും ചിലർ തൊലി അടക്കമൊക്കെ ചേർക്കാറുണ്ട്. മത്തങ്ങ കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് കൈമുറിയാൻ സാധ്യത കൂടുതലാണ്. തൊലി കട്ട് ചെയ്യുമ്പോഴേ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. ഇതിൻ്റെ ഒരു ഉള്ളിലത്തെ ഭാഗവും നമുക്ക് മാറ്റും. അപ്പോൾ മത്തങ്ങയുടെ കുരു ഒരുപാട് ഹെൽത്തി അല്ലേ. ഇപ്പോൾ നമുക്ക് റെഡിമെയ്ഡായിട്ട് പംകിൻ സീഡ്സ് ഒക്കെ വാങ്ങാൻ കിട്ടും. പണ്ട് കാലത്തൊക്കെ ഇതും അരി ഒക്കെ എന്താ പറയുക വറുത്തൊക്കെ കഴിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. അന്നൊന്നും അങ്ങനെ റെഡിമെയ്ഡായിട്ടൊന്നും കിട്ടിയിരുന്നില്ല പംകിൻ സീഡ്സ്. ഇപ്പോൾ പിന്നെ സീഡ്സിൻ്റെ ഒരു കാലഘട്ടമല്ലേ, എല്ലാവരും സീഡ്സ് ഉപയോഗിക്കുന്നവർ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. ഇപ്പോഴത്തെ കണ്ടോ മത്തങ്ങയൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് വലുതായിട്ടല്ല കേട്ടോ മുറിക്കേണ്ടത്, ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ അപ്പോൾ അതേ നമ്മുടെ മത്തങ്ങയൊക്കെ അതേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഓൾറെഡി കഴിച്ചതായിരുന്നു കേട്ടോ മത്തങ്ങ. നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്ര എടുക്കാം. നമുക്കിത് ഉണ്ടാക്കാം. പിന്നെ ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ മുറിച്ച് വെച്ച മത്തങ്ങ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു 2 കപ്പ് വെള്ളമാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് നിങ്ങൾക്ക് മുറിച്ചിടാം. ഞാനിപ്പോൾ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്, നല്ല എരിവുള്ളതാണ്. അതിനൊരു 6 എണ്ണമാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. മത്തങ്ങയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ഇപ്പം ചേർക്കാം കേട്ടോ. ഇനി ഇത് എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. തിളച്ച് കഴിയുമ്പോൾ പിന്നെ തീ കുറച്ച് വയ്ക്കാം കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ. മത്തങ്ങയ്ക്ക് ഏകാനം വേഗം വെന്ത് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും വേവിക്കാം. പിന്നെ നമ്മൾ മൺചട്ടിയിൽ ഇതുപോലെയൊക്കെ വേവിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നു മാത്രം. പിന്നെ ഞാനിതിന് വേണ്ടിയിട്ട് നാളികേരം ചെരുകിയതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതൊരു 1.5 കപ്പോളം അളവിൽ നാളികേരം ചെരുകിയതുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ചെറിയ ജാറിലാണ് ഇട്ടിട്ട് അരയ്ക്കണത്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം അല്ലെങ്കിൽ ക്യൂമിൻ സീഡ്സ്, ഇതും കൂടി ചേർത്തിട്ടാണ് അരയ്ക്കുന്നത് കേട്ടോ. ഇപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ടോ. കോക്കനട്ട് പേസ്റ്റ് ഉണ്ടല്ലോ, ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു.
കണ്ടോ മത്തങ്ങ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വെന്ത് വരണം. ഇനി ഇതിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും അടച്ചു കൊടുക്കാം. അതായത് മുഴുവനായിട്ട് ഉടയ്ക്കണ്ട, ഒരു ഇത്തിരി ഇങ്ങനെ ഉടച്ചു കൊടുക്കാം. മത്തങ്ങ പിന്നെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഇളക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഒന്ന് ഉടഞ്ഞൊക്കെ വരുമല്ലോ. നമ്മളിതിൽ എരിവിന് വേണ്ടിയിട്ട് ആകെ ചേർക്കുന്നത് പച്ചമുളക് മാത്രമാണ് കേട്ടോ, അല്ലാതെ മുളക് പൊടി ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുറച്ച് ഭാഗം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇത് മതിയാ. ഇനി വീണ്ടും നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചെടുത്ത ഒരു നാളികേരത്തിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ മത്തങ്ങ ആയതുകൊണ്ട് തന്നെ ഇരിക്കും തോറും ഇത് വീണ്ടും നന്നായിട്ട് തന്നെ കുറുകി വരുന്നുണ്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരും. ആ ഒരു നാളികേരം അരച്ചതിൻ്റെ അത്ര തന്നെ മതിയാ. തിളച്ച് വരട്ടെ. അതുപോലെ ഉപ്പ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഒരു ഇത്തിരി കുറവുണ്ട്. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യും. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് മതി. അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ അത് എടുത്തിരിക്കുന്നത്. ഇനി ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കണം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ഈ ഒരു സമയത്ത് 2 തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5 ഉണക്കമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് പൊട്ടി കഴിയുമ്പോഴേ നമുക്കിതിലേക്ക് ഒരു 10ഓളം ചെറിയുള്ളി കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ചതച്ചത് മതി. ഈ ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂത്തായിട്ട് കേട്ടോ. എല്ലാം കൂടെ ഒന്ന് റെഡിയായിട്ട് വെച്ചാൽ ഇപ്പോൾ കണ്ടത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഉള്ളി ഇതുപോലൊരു ബ്രൗൺ ഷെയ്ഡിലേക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരണുണ്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. കായത്തിൻ്റെ അളവ് കൂടി പോണ്ട. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മതി. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ഈ ഒരു മത്തങ്ങ കറിയിലേക്ക് ഈ കാച്ചിയത് അല്ലെങ്കിൽ വറുത്തെടുത്ത സംഭവങ്ങളൊക്കെ കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ നാടൻ മത്തങ്ങ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ? അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. സിമ്പിളായിട്ടുള്ള കറിയാണ്, പക്ഷേ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം.